ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. UDF പ്രകടന പത്രികയിലും ഇന്ദിരാ ഗ്യാരണ്ടിയിലും ഊന്നിയാവും ഈ നയപ്രഖ്യാപനം. വെള്ളിയാഴ്ചയാണ് ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുക. IAS തലപ്പത്തിലെ അഴിച്ചുപണിയിൽ അടക്കം ചില മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ട്. അതും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയവും സഭായോഗത്തിൽ ഉയർന്നേക്കും. TV പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, ഒന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ വിവരങ്ങൾ അറിയണം. ഒപ്പം തന്നെ തുടക്കത്തിലെ ഉണ്ടായ കല്ലുകടി, അതിൽ ആ കാര്യവും ഇന്ന് ചർച്ചയാകും. ഈ IAS തലപ്പത്തിലെ അഴിച്ചുപണിയിൽ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമല്ലേ? ശ്രുതി ഷിഹാസ്, അത് തന്നെയാണ്. ബുധനാഴ്ചയാണ് സാധാരണ മന്ത്രിസഭാ യോഗം ചേരാറ്, നമുക്കറിയാവുന്നതുമാണ്. ഇത്തവണ അത് പൊതു അവധിയായി മാറിയതിനാലും അതുപോലെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നതിനാലുമാണ് ഒക്കെ തിങ്കളാഴ്ചയിലേക്ക് ഇന്നത്തേക്ക് മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കുക എന്ന അജണ്ടയാണ്. 29-നാണ് നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗം പ്രധാനമായും ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം UDF നടത്തിയത് തന്നെ ആ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയുള്ളതാണ്. അതിൽ ആദ്യത്തേത് നേരത്തെ തന്നെ രണ്ടെണ്ണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലൊന്ന് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. ജൂൺ 15 മുതൽ അത് നടപ്പിലാവാൻ പോവുകയാണ്. മറ്റൊന്നുള്ളത് വയോജന വകുപ്പാണ്. വൃദ്ധർക്കായിട്ടുള്ളവർക്ക് ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഈ സർക്കാർ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബാക്കി ഉള്ളത് കൂടിയുണ്ട്. മാത്രവുമല്ല, ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അതിന് അംഗീകാരം നൽകുക കൂടിയാണ് ഏറ്റവും പ്രധാനം. മാത്രവുമല്ല, ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം വാർത്തയാകാൻ പോകുന്നത് IAS തലപ്പത്ത് ഉൾപ്പെടെയുള്ളവരുടെ അഴിച്ചുപണി സംബന്ധിച്ചാണ്. അത് പലരും അറിയാതെയാണ് ചെയ്തത് എന്ന ഗുരുതരമായ വിഷയം ഉയർന്നു വരികയാണ്. പ്രധാനപ്പെട്ട പല പദവികളിലേക്കും ആളുകൾ IAS ഉദ്യോഗസ്ഥരെ നിയമിച്ചത് അതാത് വകുപ്പ് മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടല്ല എന്ന ഗുരുതരമായ വിഷയം ഉയർന്നുന്നു. അതൊരു വിവാദമായി ഉയരുന്നു. ഇത് മന്ത്രിസഭാ യോഗത്തിൽ ഉയർത്താനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് കാണുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ചർച്ച അക്കാര്യത്തിൽ നടന്നേക്കും. മാത്രവുമല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യം ഉൾപ്പെടെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നു വരാനാണ് സാധ്യത. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ LDF സർക്കാർ PM ശ്രീയുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടു. പിന്നീട് അതിൽ നിന്ന് മരവിച്ചു. കരാർ നിലവിലുണ്ടെങ്കിലും കരാർ മരവിപ്പിച്ച അവസ്ഥയിലാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിലൊരു വ്യക്തത വരുത്താനും മുന്നോട്ട് പോകണമോ റദ്ദ് ചെയ്യണമോ എന്ന കാര്യത്തിലെല്ലാം, അങ്ങനെ റദ്ദ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിലെല്ലാം ഇന്ന് ഗൗരവമായ ചർച്ച നടക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം അതേറെ പ്രധാനപ്പെട്ടതാണ്. ശ്രുതി, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.